നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ്. ഝാൻസി റാണിയുടെ നാടാണ്. ഝാൻസി റാണി ഇവിടുത്തെ കൊട്ടാരവും ഇവിടുത്തെ കോട്ടയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഝാൻസി സിറ്റിയുടെ ഒത്ത മധ്യത്താണ് ഈ ഝാൻസി റാണിയുടെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഝാൻസി റാണിയുടെ കോട്ട. ഝാൻസി റാണി ലക്ഷ്മിഭായി എന്ന് പറയുന്ന ഝാൻസി റാണിയുടെ കോട്ടയാണിത്. ഝാൻസി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ഝാൻസിയുടെ കോട്ടയിലെത്തണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 3 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യേണ്ടത്. അതുപോലെ ബസ്സാണെങ്കിൽ ബസ്സിൽ ഝാൻസി മ്യൂസിയം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുള്ളൂ. ബസ്സിലും വന്ന് ഇറങ്ങാൻ പറ്റും. അതുപോലെ എയർപോർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിക്കിപീഡിയ നോക്കി പറയുകയാണ്. എയർപോർട്ട് പറയുകയാണെങ്കിൽ ഗോളിയാർ എയർപോർട്ടാണ് ഏറ്റവും അടുത്തത്. ഒരു 100 കിലോമീറ്റർ ഉള്ളൂ. ഝാൻസി കോട്ടയുടെ അകത്ത് നമ്മൾ കയറി ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരമാണ് ആ കാണുന്നത്. നമ്മൾ മെയിൻ കോട്ടയുടെ ഉള്ളിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചതായി പറയപ്പെടുന്നത്. ഝാൻസിയിലെ രാജ്ഞിയായ ഝാൻസി ലക്ഷ്മിഭായി യഥാർത്ഥ പേരെന്ന് പറയുന്നത് മണികർണിക എന്നാണ്. അപ്പോൾ ഝാൻസിയിലെ രാജാവ് മണികർണികയെ വിവാഹം കഴിക്കുകയും അതിനുശേഷം ലക്ഷ്മിഭായി എന്ന പേര് നൽകുകയായിരുന്നു. ഈ കാണുന്ന പഞ്ച്മഹൽ എന്ന് പറയുന്ന ഇവിടുത്തെ കൊട്ടാരമായിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരമായിരുന്നു. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം മേൽക്കൂരയൊക്കെ ഇപ്പോൾ ഒരു തകര ഷീറ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുക. അല്ലാതെ ഒന്നും പുതുക്കി പണിഞ്ഞിട്ടൊന്നുമില്ല. പുതുക്കി പണിയുന്ന അല്ല, പഴയ പ്രൗഢിയോടെ നിലനിർത്താനൊന്നും അവർ ശ്രമിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. തകര ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പണ്ട് വേറെ രീതിയിലൊക്കെ ആയിരുന്നായിരിക്കും മേൽക്കൂര. നമ്മുടെ ഇന്ത്യയിലെ മിക്ക കോട്ടയുടെയും അല്ലെങ്കിൽ പഴയ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഝാൻസി നഗരത്തിൻ്റെ ഒത്ത നടുക്കാട്ടുള്ളൊരു മലയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മിക്ക കോട്ടകളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മിക്ക കോട്ടകളും കണ്ടു കഴിഞ്ഞാൽ ആ നഗരത്തിൻ്റെ കറക്റ്റ് മധ്യഭാഗത്തായിരിക്കും കോട്ടകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നഗരം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പഞ്ചമഹൽ. ഝാൻസി റാണിയൊക്കെ വസിച്ചിരുന്ന അവരുടെ കൊട്ടാരം, കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരം.
വേറെ വേറെ കൊട്ടാരമുണ്ട്, പുറത്ത് വേറെ കൊട്ടാരമൊക്കെ ഉണ്ട്. പക്ഷേ കോട്ടയ്ക്കുള്ളിൽ അവർ വസിച്ചിരുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ കൊട്ടാരമാണിത്. അടിയിലോട്ട് ഒരുപാട് നിലകളുണ്ട് അടിയിലോട്ടൊക്കെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഝാൻസി നഗരത്തിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഝാൻസി കോട്ടയിലാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ കോട്ട. അവസാനമായിട്ട് ഈ കോട്ട ഭരിച്ചിരുന്നത് റാണി ലക്ഷ്മിഭായി ആണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചടക്കുകയും ഒക്കെ ചെയ്തു. ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്താണ് നമ്മുടെ ഝാൻസി റാണിയൊക്കെ മരിക്കുന്നതൊക്കെ. ഝാൻസി റാണിയെക്കുറിച്ച് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ വിവരണത്തിലേക്ക് പോകുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കോട്ടയുടെ ഭാഗങ്ങളാണിത് കാണുന്നതൊക്കെ. താഴെ നമുക്ക് അറിയാം ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗമാണത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഫുള്ള് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇത് അങ്ങോട്ട് ഝാൻസി ഭരിച്ചിരുന്ന രജപുത്ത് വംശം 1600-കളിൽ കണ്ടാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. നമ്മൾ ഈ കോട്ടയെക്കുറിച്ച് പ്രധാനം പറയുന്നത് ഝാൻസി റാണിയുടെ കോട്ടയെന്നാണ്. പക്ഷേ 1600-കൾ തൊട്ട് അതിനു മുമ്പും നിരവധി രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവസാനത്തെ രാജാവിൻ്റെ ഭാര്യയായിരുന്നു ഝാൻസി റാണി. ഇതാണ് ഝാൻസി റാണിയുടെ കൊട്ടാരത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. നമ്മൾ ഇത്രയും നിലയുണ്ട്, 4, 1, 2, 3, 4, 5 നിലകളിൽ മേളിലുണ്ട് കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരം. നമ്മൾ ഈ വഴി നടന്ന് കയറി ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഝാൻസി നഗരത്തിന് ഒരു 180 വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഝാൻസി കോട്ടയുടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗാണ്, പക്ഷെ അത് പറക്കുന്നില്ല, കാറ്റില്ലെന്ന്. നമുക്ക് ഈ കൽപ്പടി കൂടെ താഴോട്ടിറങ്ങിപ്പോവാം. ഇറങ്ങിയില്ലേ പണി കിട്ടും. മറ്റേ ഗ്രാനൈറ്റ് കല്ലുകളാണ് സത്യം പറഞ്ഞാൽ, തെന്നാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടൊക്കെ സ്റ്റെയറുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് ഇതുപോലെയുള്ള സ്റ്റെയറുകൾ കാണുന്നുണ്ട്. ഓരോരോ അറകളാണ്. പടി ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. ദൈവമേ.
ഝാൻസി കോട്ടയ്ക്കുള്ളിലെ ക്ഷേത്രമാണിത്. ഝാൻസി റാണിയും പണ്ട് രാജാക്കന്മാരൊക്കെ അവരുടെ കോട്ടയ്ക്കുള്ളിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. അവരൊക്കെ ആരാധിച്ചിരുന്ന ശിവൻ്റെ ക്ഷേത്രമാണിത്. നമ്മളിപ്പോൾ പോകുന്നത് ഝാൻസി കോട്ടയ്ക്കുള്ളിലെ ഗണപതിയുടെ ക്ഷേത്രത്തിലേക്കാണ്. ഗണപതിയുടെയും ശിവൻ്റെയും 2 ക്ഷേത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഝാൻസി റാണിയും രാജാക്കന്മാരും ഒക്കെ ഇവിടെയാണ് പ്രാർത്ഥന നടത്തിയിരുന്നത്.